നമസ്കാരം. യൂട്യൂബിൽ വരാൻ പോകുന്ന മുട്ടൻ പണിയെക്കുറിച്ച് നിങ്ങൾ ഏവരും അറിഞ്ഞു കാണുമല്ലോ. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുമുണ്ട്. ഇതുവരെ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂവും 500 സബ്സ്ക്രൈബറും മതിയായിരുന്നു യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടാൻ. എന്നാൽ 2027 ഫെബ്രുവരി 1 മുതൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് മാറ്റങ്ങൾ വരികയാണ്. 8000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും അല്ലെങ്കിൽ 20 മില്യൺ ഷോർട്സ് വ്യൂവും 500 സബ്സ്ക്രൈബറും ഇനി മുതൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാൻ 2027 ഫെബ്രുവരി 1 മുമ്പായി ഈ മാറ്റങ്ങൾ കാണിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. വർഷങ്ങളായി 4000 വാച്ച് അവർ തയ്ക്കാൻ പെടാപ്പാടുപെടുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരുടെ മുമ്പിലേക്കാണ് യൂട്യൂബ് ഈ മാറ്റം കൊണ്ടുവരുന്നത്. എന്നാൽ ഇതൊക്കെ വളരെ ഈസിയായി നേടിയെടുക്കാൻ കഴിവുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ ഉണ്ടെന്ന് ഓർക്കണം. അവരുടെ 1-2 വീഡിയോസ് മാത്രം വൈറലാക്കി അവർ ഈ ക്രൈറ്റീരിയ ഒക്കെ നേടിയെടുക്കും. എന്നാൽ ആയിരക്കണക്കിന് യൂട്യൂബേഴ്സ് ഇപ്പോഴും 4000 വാച്ച് അവർ തയ്ക്കാൻ വേണ്ടി ചക്രശ്വാസം വലിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകൾ 2027 ഫെബ്രുവരിയോടെ ഇതെല്ലാം മതിയാക്കി പോകാനാണ് സാധ്യത. എന്നാൽ പലരും പല തെറ്റായ രീതിയിലൂടെ മോണിറ്റൈസേഷൻ നേടിയെടുക്കുന്നുണ്ട്. അതൊന്നും ദീർഘകാലം നിലനിൽക്കില്ല. കാരണം റവന്യൂ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്. അത് മോണിറ്റൈസേഷനെ ബാധിക്കുകയും നമ്മുടെ ലോങ് വീഡിയോസിന് തീരെ കാഴ്ചക്കാർ ഇല്ലാതാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒറിജിനൽ വ്യൂസ് കിട്ടില്ല. അതായത് വ്യൂസ് സാറ്റിസ്ഫാക്ഷൻ സിഗ്നൽ ഇല്ലെങ്കിൽ ഇനി മുതൽ വ്യൂസ് കിട്ടില്ല. നേരിട്ടുള്ള വ്യൂസ് ആണോ അതോ കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കിയ വ്യൂസ് ആണോ എന്ന് ഇനി മുതൽ യൂട്യൂബ് അൽഗോരിതം കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒട്ടും വൈകാതെ 2027 ഫെബ്രുവരിക്ക് മുമ്പ് തന്നെ മോണിറ്റൈസേഷൻ ചെയ്യാത്തവർ മോണിറ്റൈസേഷൻ ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ ഏറെ വലുതായിരിക്കും. ഒറിജിനൽ കണ്ടന്റ് മാത്രം ഇട്ട് കാഴ്ചക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തിക്കൊള്ളൂ. ഈ മാറിവരുന്ന കാലഘട്ടത്തിൽ ആളുകളുടെ താല്പര്യങ്ങൾ കൂടി മനസ്സിലാക്കി മാത്രമേ വീഡിയോസ് ചെയ്യാവൂ. കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. പഴഞ്ചൻ രീതികൾ മാറ്റി പുതിയ ടെക്നോളജിയിലേക്ക് നമ്മളും പ്രവേശിക്കണം. യൂട്യൂബിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇന്ന് 4000 വാച്ച് അവർ ആണെങ്കിൽ നാളെ 8000 ആവും. അത് കഴിഞ്ഞാൽ പിന്നെ 16000 വാച്ച് അവർ ആകും. കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സ്ഥിരമായി നല്ല ഉള്ളടക്കം നൽകുന്നതും കാണികളുമായി നല്ല ബന്ധം നിലനിർത്തുന്ന ചാനലുകൾ മാത്രമായിരിക്കും യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ 2027 ഫെബ്രുവരിക്ക് മുമ്പായി വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഇനി 5 മാസത്തോളമേ സമയം ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ധൈര്യമായി മുന്നോട്ട് പോകൂ. തീർച്ചയായും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നേടിയെടുക്കാം. വീണ്ടും പറയുന്നു, ഒറിജിനൽ കണ്ടന്റ് മാത്രം ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.